തൃശൂർ ജില്ലയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിലും കാറ്റിലും 1,66,77,000 രൂപയുടെ നാശനഷ്ടം സംഭവിച്ചു. നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങൾ ജില്ലാ കളക്ടർ സന്ദർശിച്ചു. തൃശൂർ മൃഗശാലയിൽ കൂറ്റൻ മരങ്ങൾ വീണ് വ്യാപക നാശം. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ ബസ്സുകളിൽ മോട്ടോർ വാഹന വകുപ്പ് മിന്നൽ പരിശോധന നടത്തി. 22 ബസ്സുകളിൽ നിരോധിത എയർകോൺ ഘടിപ്പിച്ചതായി കണ്ടെത്തി. കോട്ടയം ഇരട്ട കൊലപാതക കേസിലെ പ്രതിയെ മാള ആലത്തൂരിലെ വാടക കെട്ടിടത്തിൽ നിന്ന് പിടികൂടി. അസം സ്വദേശി അമിത് വറാങ്ങാണ് പിടിയിലായത്. മൊബൈൽ ഫോണുകളും ഹാർഡ് ഡിസ്കും കണ്ടെടുത്തു. ഗുരുവായൂർ ക്ഷേത്ര നടപ്പുരയിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ കയ്യേറ്റം ഒഴിപ്പിച്ചു തുടങ്ങി. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി. തൃശൂർ കോർപ്പറേഷന്റെ ആധുനിക ടർഫ് ഗ്രൗണ്ട് സജ്ജമായി. അരണാട്ടുകര നേതാജി ഗ്രൗണ്ടിലാണ് അത്യാധുനിക ഫുട്ബോൾ മൈതാനം ഒരുക്കിയിരിക്കുന്നത്. ചാവക്കാട് അഞ്ചങ്ങാടി ഉപ്പപ്പ പള്ളിയിൽ നിന്നും പണം മോഷ്ടിച്ച പ്രതിയെ ചാവക്കാട് പോലീസ് പിടികൂടി. വയനാട് നെന്മിനി സ്വദേശി ഷംഷാദാണ് പിടിയിലായത്. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. തൃശൂർ ജില്ലയിൽ ചൊവ്വാഴ്ച വൈകിട്ടുണ്ടായ കനത്ത മഴയിലും കാറ്റിലും 1,66,77,000 രൂപയുടെ നാശനഷ്ടം സംഭവിച്ചു. നാശനഷ്ടങ്ങൾ സംഭവിച്ച പുല്ലഴി, ഒളരി, കൊട്ടിൽ റോഡ് എന്നീ പ്രദേശങ്ങൾ കളക്ടർ സന്ദർശിച്ചു. ഉല്ലൂക്കര, അയ്യന്തോൾ, മരത്താക്കര, അരണാട്ടുകര, ഉല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് നാശനഷ്ടമുണ്ടായത്. തൃശൂർ താലൂക്കിൽ ഒരു വീട് പൂർണ്ണമായും 47 വീടുകൾ ഭാഗികമായും തകർന്നു. ഉല്ലൂക്കര, അന്തിക്കാട്, വെള്ളാങ്ങല്ലൂർ എന്നീ ബ്ലോക്കുകളിൽ 126 കർഷകരുടെ 5.97 ഹെക്ടർ കൃഷി നശിച്ചു. തൃശൂർ ഇരിങ്ങാലക്കുട KSEB സർക്കിളിൽ മാത്രം 1,03,91,000 രൂപയുടെ നാശനഷ്ടം സംഭവിച്ചു. ശക്തമായ കാറ്റിലും മഴയിലും തൃശൂർ മൃഗശാലയിൽ വൻ നാശനഷ്ടം. മൃഗങ്ങളുടെ കൂടുകളിൽ വൻ വൃക്ഷങ്ങൾ കടപുഴകി വീണു. ചൊവ്വാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപകമായ നാശനഷ്ടങ്ങളാണ് മൃഗശാലയിലുണ്ടായത്. പുളി, മാവ് ഉൾപ്പെടെയുള്ള നിരവധി വൻമരങ്ങൾ കടപുഴകി വീണു. ഹിപ്പപ്പൊട്ടാമസിന്റെയും മ്ലാവിന്റെയും കൂടുകളിലും മരങ്ങൾ വീണു. ഇതിൽ ഹിപ്പപ്പൊട്ടാമസിന്റെ കൂട് മരം വീണ് പൂർണ്ണമായും മൂടിയ നിലയിലാണ്. ഇവിടങ്ങളിലെ മൃഗങ്ങളെ രാത്രിയിൽ തന്നെ സമീപത്തെ കൂടുകളിലേക്ക് മാറ്റിയതിനാൽ ഇവയ്ക്ക് പരിക്കോ ജീവഹാനിയോ ഉണ്ടായില്ല. മ്ലാവിന്റെ കൂട്ടിൽ വലിയ ഒരു ഇത്തിമരം കടപുഴകി കൂട്ടിന്റെ അകത്തോട്ട് വീഴുകയും പിന്നീട് നമ്മൾ രാത്രികാല ഡ്യൂട്ടിയിലുണ്ടായ ജീവനക്കാർ അറിയിച്ചതിനെ തുടർന്ന് ആ കൂട്ടിലുണ്ടായിരുന്ന എല്ലാ മ്ലാവുകളെയും രാത്രികാലത്ത് തന്നെ ജീവനക്കാരുടെ സഹായത്തോടു കൂടി മറ്റേ കൂട്ടിലേക്ക് മാറ്റുകയുണ്ടായി. അതുപോലെ തന്നെ ഹിപ്പോപ്പൊട്ടാമസ് കിടന്നിരുന്ന കൂട്ടിൽ ഒരു വലിയ പേരാൽ മരം വീഴുകയും അതിൻ്റെ കുളമാകെ അത് ഈ മരത്തിൻ്റെ ശാഖകളാൽ മൂടപ്പെടുകയും ചെയ്തിരുന്നു. ഹിപ്പോയെ കൂടി അതിൻ്റെ ആ കൂട്ടിൽ നിന്ന് മാറ്റി സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റുകയുണ്ടായി. അതുപോലെ വലിയ ഒരു പുളിമരവും മറ്റ് 3-4 മരങ്ങളും ഇതുപോലെ കടപുഴകി വീഴുകയും ഒട്ടനവധി മരങ്ങളുടെ ശാഖകൾ പൊട്ടി പല ഭാഗത്തും വീഴുകയുണ്ടായി. പക്ഷേ ഭാഗ്യം കൊണ്ട് തന്നെ ഒരു മൃഗങ്ങൾക്കൊന്നും ഒരു ജീവഹാനിയോ അപകടമോ ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാ ജീവനക്കാരും രാത്രി 12:30 വരെയും 1 മണി വരെയൊക്കെ ഇരുന്നുകൊണ്ടാണ് എല്ലാ മൃഗങ്ങളെയും സുരക്ഷിതമായി മാറ്റി. മരങ്ങൾ വീണ് മതിലുകളും സുരക്ഷാ വേലികളും തകർന്നിട്ടുണ്ട്. മൃഗശാലയോട് ചേർന്നുള്ള കൊല്ലങ്കോട് കൊട്ടാരത്തിന്റെയും മതിൽ തകർന്നു. മൃഗശാലയ്ക്കുള്ളിലെ കുട്ടികളുടെ പാർക്കിലും മരം വീണെങ്കിലും കളി ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. എന്നിരുന്നാലും ഈ സാഹചര്യത്തിൽ മൃഗശാലയ്ക്കുള്ളിൽ നിൽക്കുന്ന അപകട സാധ്യതയുള്ള മരങ്ങളുടെ കൊമ്പുകളും മറ്റും വെട്ടിമാറ്റുമെന്ന് സൂപ്രണ്ട് അനിൽകുമാർ പറഞ്ഞു. എല്ലാ വർഷവും ഞങ്ങൾ ഈ മഴക്കാലത്തിന് മുമ്പായി മഴക്കാല പൂർവ്വ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് മരത്തിൻ്റെ ശില്ലകളെല്ലാം മുറിച്ച് മാറ്റാറുണ്ട്. ഇപ്രാവശ്യവും അതുപോലെ കഴിഞ്ഞ വർഷം ഒട്ടനവധി ഭാഗങ്ങൾ മുറിച്ച് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെയുള്ള ഭാഗങ്ങളും ഐഡൻറ്റിഫൈ ചെയ്ത് മരങ്ങൾ മുറിച്ച് മാറ്റുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവധി ദിനങ്ങളായതിനാൽ ദിനംപ്രതി നിരവധി സഞ്ചാരികളാണ് മൃഗശാലയിലേക്ക് എത്തുന്നത്. നിലവിൽ മരങ്ങൾ വീണ ഭാഗത്തേക്ക് സഞ്ചാരികളെ താൽക്കാലികമായി പ്രവേശിപ്പിക്കില്ല. വീണ മരങ്ങൾ വെട്ടിനീക്കി കൂടും പരിസരവും പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള പ്രവൃത്തികൾ ദ്രുതഗതിയിൽ നടക്കുകയാണ്. TCV തൃശൂർ. ശക്തമായ കാറ്റിലും മഴയിലും തൃശൂർ കിഴക്കമ്പാട്ടുകരയിലും വ്യാപക നാശനഷ്ടം. മരങ്ങൾ വീണ് 15-ലധികം വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു വീണു. മർത്തഭവൻ റോഡിൽ വീടിന് മുകളിലെ ട്രസ് സമീപത്തെ വീടിന് മുകളിലേക്ക് വീണു. വീട്ടിലുള്ളവർ അകത്ത് കുടുങ്ങി. ട്രസ് മുറിച്ചു മാറ്റിയാണ് വീട്ടുകാരെ പുറത്തിറക്കിയതെന്ന് കൗൺസിലർ ജോൺ ഡാനിയൽ പറഞ്ഞു. മരങ്ങൾ വീണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചതിനാൽ തൃശൂർ നെഹ്റു പാർക്ക് അടച്ചിട്ടിരിക്കുകയാണ്. കിഴക്കുംപാട്ടുകര ഡിവിഷനിൽ ഇന്നലെയുണ്ടായ കാറ്റത്തും മഴയത്തും വലിയ തോതിലുള്ള നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ പോയ വൈദ്യുതി ഇപ്പോഴും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. എപ്പോഴത്തേക്കാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുക എന്ന് പോലും പറയാൻ കഴിയാത്ത രീതിയിലാണ് മരങ്ങൾ വീണ് പോസ്റ്റുകൾ തകർന്നിട്ടുള്ളത്. ഡിവിഷനിലെ മർത്തഭവൻ റോഡിൽ തൊട്ടപ്പുറത്തെ വീട്ടിലെ ട്രസ് വീണ് ഈ വീടിൻ്റെ മുൻഭാഗത്തേക്ക് വീണ് പരിപൂർണമായും
വീടിനുള്ളവർ ഇടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ്. ഇന്നലെ രാത്രി തന്നെ അകത്ത് കയറി അവരുമായി സംസാരിച്ച് ഇടപെട്ടിട്ടുണ്ടെങ്കിലും അവർക്ക് പുറത്തിറങ്ങാനും കഴിയാത്ത രീതിയിൽ ഡ്രസ്സ് വീണ് കിടക്കുകയാണ്. കനത്ത കാറ്റിലും മഴയിലും മാവ് കടപുഴകി വീടിന് മുകളിൽ വീണ് കനത്ത നാശനഷ്ടം. തൃശൂർ ഷൊർണൂർ റോഡിന് സമീപം VPN ലൈനിൽ കൃഷ്ണ സദസ്സിൽ സതീഷ് കുമാർ പയ്യുടെ വീടിന് മുകളിലാണ് അയൽവാസിയുടെ പറമ്പിലെ കൂറ്റൻ മാവ് വീണത്. വീടിന് മുകളിലെയും താഴെയുമുള്ള ഡ്രസ് വർക്കും വീടിന്റെ മതിലും തകർന്നിട്ടുണ്ട്. 6 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി വീട്ടുടമ പറഞ്ഞു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് വ്യാഴാഴ്ച രാത്രി 11:30 വരെ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധനയാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അധികൃതർ അറിയിച്ചു. തൃശൂർ ശക്തൻ തമ്പുരാൻ സ്റ്റാൻഡിൽ ബസ്സുകളിൽ മോട്ടോർ വാഹന വകുപ്പ് മിന്നൽ പരിശോധന നടത്തി. സ്റ്റേജ് കാരേജുകളിൽ വ്യാപകമായി നിരോധിത എയർ ഹോൺ ഉപയോഗിക്കുന്നതായി പരാതി ലഭിച്ചതിനെ തുടർന്നായിരുന്നു പരിശോധന. പരിശോധനയിൽ 22 ബസ്സുകളിൽ എയർ ഹോൺ ഘടിപ്പിച്ചതായും 2 ബസ്സുകളിൽ മൾട്ടിടോൺ ഹോണുകൾ ഘടിപ്പിച്ചതായും കണ്ടെത്തി. സ്റ്റേജ് കാരേജുകളിൽ കളർ കോഡ് നിലനിൽക്കെ അമിതമായി കളർ സ്റ്റിക്കർ പതിപ്പിച്ച വാഹനങ്ങൾക്കെതിരെയും നടപടിയെടുത്തു. കളർ കോഡ് ലംഘിച്ച് പതിച്ച സ്റ്റിക്കറുകൾ നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ PV ബിജു, K അശോക് കുമാർ, KB ഷിജു, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ VM വിനോദ്, BB സജീവ്, പ്രശാന്ത് പിള്ള, CJ ഷോൺ തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. കോട്ടയം തിരുവാതുക്കൽ ഇരട്ട കൊലപാതക കേസിലെ പ്രതി അസം സ്വദേശി അമിത് ഒറാങ്ങിനെ മാള ആലത്തൂരിലെ വാടക കെട്ടിടത്തിൽ നിന്ന് പിടികൂടി. പ്രതി മാള ആലത്തൂരിൽ കോഴി ഫാമിലെ തൊഴിലാളികളായ സുഹൃത്തുക്കൾക്കൊപ്പം കഴിയുകയായിരുന്നു. സുഹൃത്തുക്കളുടെ അടുത്ത് കഴിഞ്ഞ ദിവസം രാത്രി ഇയാൾ എത്തിയതെന്നാണ് സൂചന. കോട്ടയത്ത് നിന്നെത്തിയ പോലീസാണ് ഇയാളെ പിടികൂടിയത്. ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോട്ടയത്ത് എത്തിച്ച പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. വിജയകുമാറിന്റെ വീട്ടിൽ നിന്നും പ്രതി എടുത്തുമാറ്റിയ CCTVയുടെ ഹാർഡ് ഡിസ്ക് പോലീസ് കണ്ടെത്തി. വിജയകുമാറിന്റെ വീടിന് സമീപത്തെ തോട്ടിൽ നിന്നാണ് ഹാർഡ് ഡിസ്ക് കണ്ടെത്തിയത്. കൊല്ലപ്പെട്ടവരുടെ മൊബൈൽ ഫോണുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്ര നടപ്പുരയിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ കയ്യേറ്റം ഒഴിപ്പിച്ചു തുടങ്ങി. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി. രാവിലെ 6 മണിക്ക് കിഴക്കേ നടപ്പുരയിൽ നിന്നാണ് ഒഴിപ്പിക്കൽ തുടങ്ങിയത്. 4 നടകളിലെയും നടപ്പുരകളിൽ ദേവസ്വം സ്ഥലത്തേക്ക് തള്ളി നിൽക്കുന്നവയെല്ലാം നീക്കം ചെയ്യും. ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ വ്യാപാര സ്ഥാപനങ്ങളിലെ കച്ചവട സാധനങ്ങൾ നിരത്തിയിരിക്കുന്നുവെന്ന ഗുരുവായൂർ സ്വദേശി മുരളീധരന്റെ പരാതിയിലാണ് അവ നീക്കം ചെയ്യാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സർവേ പൂർത്തിയാക്കിയാണ് കയ്യേറ്റം ഒഴിപ്പിക്കുന്നത്. കയ്യേറ്റം നീക്കം ചെയ്യണമെന്ന് ദേവസ്വം വ്യാപാരികൾക്ക് മുന്നറിയിപ്പ് നൽകി. വ്യാപാരികൾ പൊളിച്ചു നീക്കാത്തവ ദേവസ്വം നീക്കം ചെയ്ത് ലേലം ചെയ്യും. ദേവസ്വത്തിനൊപ്പം നഗരസഭയും പോലീസും സഹകരിക്കണമെന്നും ഹൈക്കോടതി അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വത്തിലെ ആരോഗ്യ വിഭാഗം, റവന്യൂ, സെക്യൂരിറ്റി തുടങ്ങിയ വകുപ്പുകൾ ഏകോപിപ്പിച്ചാണ് കയ്യേറ്റം ഒഴിപ്പിക്കുന്നത്. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, തഹസിൽദാർ TK ഷാജി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MK അശോക് കുമാർ, ചീഫ് സെക്യൂരിറ്റി ഓഫീസർ S സുബ്രഹ്മണി എന്നിവരുടെ മേൽനോട്ടത്തിലാണ് പ്രവൃത്തി നടക്കുന്നത്. ഒഴിപ്പിക്കൽ വ്യാഴാഴ്ചയും തുടരും. തൃശൂർ കോർപ്പറേഷന്റെ ആദ്യ ടർഫ് ഗ്രൗണ്ട് സജ്ജം. അരണാട്ടുകര നേതാജി ഗ്രൗണ്ടിലാണ് അത്യാധുനിക ഫുട്ബോൾ മൈതാനം ഒരുക്കിയിട്ടുള്ളത്. നഗരത്തിലെ പ്രധാനപ്പെട്ടതും കായിക താരങ്ങളുടെ ഇഷ്ടകളിയിടവുമായ നേതാജി ഗ്രൗണ്ടിലാണ് ആധുനികതയുടെ കൈപിടിച്ച് തൃശൂരിന്റെ കായിക സ്വപ്നങ്ങൾക്ക് കോർപ്പറേഷൻ പുത്തൻ ചിറകുകൾ സമ്മാനിക്കുന്നത്. വിശാലമായ മൈതാനത്തിന്റെ ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ഭാഗത്തെ പുല്ലും കാടും നീക്കിയാണ് ഈ ന്യൂജൻ കളിയിടമൊരുക്കിയത്. 47.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ടർഫ് ഗ്രൗണ്ട് സജ്ജമാക്കിയിരിക്കുന്നത്. 36 മീറ്റർ നീളവും 24 മീറ്റർ വീതിയും 9 മീറ്ററോളം ഉയരവുമുള്ള ഇവിടെ 7സും 5സും കളിക്കാം. ഫിഫ പ്രോ സിന്തറ്റിക് ഗ്രാസാണ് മൈതാനത്ത് വിരിച്ചിരിക്കുന്നത്. ആധുനിക രീതിയിലുള്ള ഡ്രൈനേജ് സംവിധാനം ഒരുക്കിയതിനാൽ മഴ പെയ്താലും ടർഫിൽ മത്സരങ്ങൾ നടത്താനാകുമെന്നതും ശ്രദ്ധേയമാണ്. നേതാജി ഗ്രൗണ്ടിൽ നിലവിൽ ഫ്ലഡ് ലൈറ്റുകൾ ഉണ്ടെങ്കിലും ടർഫിനായും ചെറിയ ലൈറ്റുകൾ സ്ഥാപിക്കും. കൂടാതെ ടർഫിനു ചുറ്റും ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച് താരങ്ങൾക്ക് ശുചിമുറിയോടുകൂടിയ ഡ്രസ്സിംഗ് റൂമും ക്യാൻറ്റീൻ സൗകര്യവും ഒരുക്കും. ഇതിനു പുറമെ ക്രിക്കറ്റ്, ബാഡ്മിൻ്റൺ പരിശീലനത്തിനായി നെറ്റ് സംവിധാനങ്ങൾ സ്ഥാപിക്കാനും കോർപ്പറേഷന് പദ്ധതിയുണ്ട്. TCV തൃശൂർ. ചാവക്കാട് അഞ്ചങ്ങാടി ഉപ്പാപ്പ പള്ളിയിൽ നിന്നും 80,000 രൂപയോളം മോഷ്ടിച്ച പ്രതിയെ ചാവക്കാട് പോലീസ് ഏർവാടിയിൽ നിന്നും പിടികൂടി.
വയനാട് നെന്മേനി സ്വദേശി മൂർക്കൻ വീട്ടിൽ ഷംഷാദിനെയാണ് ഗുരുവായൂർ ACP TS സിനോജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പ്രദേശത്തെ CCTV ക്യാമറയിലെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. കഴിഞ്ഞ വർഷം തമിഴ്നാട് വേടസന്തൂറിലെ മുസ്ലിം പള്ളിയിൽ മോഷണം നടത്തുന്നതിനിടെ പിടിയിലായി മധുര ജയിലിൽ നിന്നും ശിക്ഷ കഴിഞ്ഞ് അടുത്തിടെയാണ് പ്രതി പുറത്തിറങ്ങിയത്. മാതാപിതാക്കളുടെ ഏക മകനായ പ്രതി 10 വർഷത്തോളം ഖത്തറിലും കുവൈത്തിലും പ്രവാസിയായിരുന്നു. അതിനിടയ്ക്ക് മാതാവ് 2ാം വിവാഹം കഴിച്ചതോടെ പ്രതിക്ക് മാതാവിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വരികയും മാതാവിൽ നിന്ന് അകറ്റിയതിനുള്ള കാരണക്കാർ പള്ളിക്കമ്മിറ്റിക്കാരാണെന്ന വിശ്വാസത്താൽ പ്രതിക്ക് പള്ളികളോട് പ്രത്യേക വൈരാഗ്യം ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷമാണ് പ്രതി മുസ്ലിം പള്ളികൾ കേന്ദ്രീകരിച്ച് കവർച്ച തുടങ്ങിയത്. കവർച്ച നടത്തി ലഭിച്ച പണം ഉപയോഗിച്ച് ഏർവാടി തുടങ്ങിയ സ്ഥലങ്ങളിൽ ചുറ്റിക്കറങ്ങി പണം തീരുമ്പോൾ വീണ്ടും മോഷണം നടത്തുന്നതാണ് പ്രതിയുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു. മൊബൈൽ ഫോണോ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളോ ഉപയോഗിക്കാത്ത പ്രതി ഉപ്പാപ്പ പള്ളിയിലെ മോഷണത്തിന് ശേഷം വിവിധ സ്ഥലങ്ങളിൽ ചുറ്റിക്കറങ്ങി ഏർവാടിയിലെത്തുകയായിരുന്നു. പ്രതിയെ പിന്തുടർന്നെത്തിയ പോലീസ് സംഘം അതിസാഹസികമായാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. സബ് ഇൻസ്പെക്ടർമാരായ ശരത് സോമൻ, PS അനിൽകുമാർ, ASI അൻവർ സാദത്ത്, സിവിൽ പോലീസ് ഓഫീസർമാരായ EK ഹംദ്, അനീഷ്, രജിത്ത് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. TCV ന്യൂസ്, ചാവക്കാട്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ നടുങ്ങിയ രാജ്യം. 6 സംഘമാണ് ആക്രമണം നടത്തിയതിന് പിന്നിലെന്ന് പറയുന്നു. ആക്രമണത്തിന് പിന്നിൽ ലഷ്കർ ഇ തോയ്ബ ഭീകര സംഘടനയെന്ന് അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കി. കൂട്ടക്കൊലയിൽ ഇതുവരെ 28 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കൊച്ചി സ്വദേശിയും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രനാണ് മകളുടെ മുന്നിൽ വെച്ച് കൊല്ലപ്പെട്ടത്. കൊച്ചി നാവികസേനയിലെ ഉദ്യോഗസ്ഥൻ ഹരിയാന സ്വദേശി ലഫ്റ്റനന്റ് വിനയ് നർവാളും കൊല്ലപ്പെട്ടവരിൽ പെടും. ലഷ്കർ സംഘടനയുടെ നേതാവ് സൈഫുള്ള കസൂരിയാണ് ആക്രമണത്തിന്റെ സൂത്രധാരൻ. അക്രമികളെ വെറുതെ വിടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്താവനയിൽ പറഞ്ഞു. കൊല്ലപ്പെട്ടവർക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെക്കേ ഗോപുരനടയിൽ മെഴുകുതിരി കത്തിച്ച് ഭീകരവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, മുൻ MLA-മാരായ P മാധവൻ, MP വിൻസെന്റ്, UDF മുൻ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ തുടങ്ങിയവർ പങ്കെടുത്തു. പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സഹോദരങ്ങൾക്ക് BJP തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു. തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ നടന്ന അനുശോചന യോഗം BJP സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ് ഉദ്ഘാടനം ചെയ്തു. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് സബീഷ് മരുതിയൂർ, ജില്ലാ നേതാക്കളായ സുധീഷ് മേനോത്തുപറമ്പിൽ, സർജു തോയക്കാവ്, അഡ്വക്കേറ്റ് V. ആതിര, KG നിജി, സൗമ്യ സലേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജമ്മുകാശ്മീരിലെ പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടവർക്ക് എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു. എരുമപ്പെട്ടി റോഡ് ജംഗ്ഷനിൽ മെഴുകുതിരി കത്തിച്ച് അനുശോചനം രേഖപ്പെടുത്തുകയും ഭീകരവിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. കടങ്ങോട് റോഡ് ജംഗ്ഷനിൽ നടന്ന പരിപാടിക്ക് എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MC ഐജു അധ്യക്ഷത വഹിച്ചു. UDF കുന്നുകുളം നിയോജകമണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, നേതാക്കളായ PS സുനീഷ്, NK കബീർ, അജു നെല്ലുവായ്, KR രാധിക, സഫീന അസീസ്, സുജാത തുളസി, സുന്ദരൻ ചിറ്റണ്ട, AU മനാഫ്, രവി അനാറ്റംപറമ്പിൽ, MV റാഫേൽ തുടങ്ങിയവർ പങ്കെടുത്തു. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് BJP ചാവക്കാട് മണ്ഡലം കമ്മിറ്റി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. BJP തൃശൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കുടിയേടത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. മണ്ഡലം പ്രസിഡന്റ് വർഷ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. BJP നേതാക്കളായ KR ബൈജു, ഗണേഷ് ശിവജി, പ്രസന്നൻ പാലയൂർ, വിനോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പാകിസ്ഥാൻ പതാക കത്തിച്ച് പ്രതിഷേധിച്ചു. കാശ്മീരിലെ ഭീകരാക്രമണത്തിൽ നിന്ന് പാഞ്ഞാൽ കിള്ളിമംഗലം സ്വദേശികളടക്കം 12 പേർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കിള്ളിമംഗലം സ്വദേശിയായ മണികണ്ഠൻ, സതീഷ് നായർ, അജിത് കുമാർ എന്നിവരടങ്ങുന്ന കുടുംബം കാശ്മീരിലേക്ക് ഈ മാസം 21-ാം തീയതി തൃശൂരിലെ ടൂർ സംഘത്തിനൊപ്പമാണ് പോയത്. കാശ്മീരിലെ ശ്രീനഗറിലെത്തിയ സംഘം ഭീകരാക്രമണം നടക്കുന്ന ദിവസം പഹൽഗാം സന്ദർശിക്കാൻ ഇരിക്കുകയായിരുന്നു. അന്നേ ദിവസം ഗുൽമർഗ് കേബിൾ കാറിന് ടിക്കറ്റ് ലഭിച്ചതിനെ തുടർന്ന് ശ്രീനഗറിൽ തങ്ങിയതിനാലാണ് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇപ്പോൾ സുരക്ഷിതരാണെന്നും മറ്റു പ്രശ്നങ്ങളൊന്നും ഇവിടെയില്ലെന്നും സംഘം പറഞ്ഞു. 5 ദിവസത്തേക്കാണ് വിനോദസഞ്ചാരത്തിനായി 12 അംഗമടങ്ങിയ കുടുംബം കാശ്മീരിൽ എത്തിയത്. ഈ വിവരം അറിഞ്ഞതോടെ K. രാധാകൃഷ്ണൻ MP, UR പ്രദീപ് MLA എന്നിവർ ഫോണിൽ ബന്ധപ്പെട്ട് വിവരങ്ങൾ ആരാഞ്ഞു.
ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതികദേഹം പൊതുദർശനത്തിന് വെച്ചു. ചുവന്ന തുണി കൊണ്ട് മൂടിയ ലളിതമായ പേടകത്തിലാണ് ഫ്രാൻസിസ് പാപ്പയുടെ ഭൗതിക ശരീരം കിടത്തിയിട്ടുള്ളത്. വിലാപയാത്രയായാണ് ഭൗതിക ശരീരം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ എത്തിച്ചത്. കർദിനാൾമാർക്കും വൈദികർക്കും സന്യസ്തരുമടക്കം നിരവധി പേരാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചത്. സംസ്കാരം ശനിയാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 സെന്റ് മേരി മേജർ പേപ്പൽ ബസിലിക്കയിൽ നടക്കും. മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ കേരള സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രി റോഷിൻ അഗസ്റ്റിൻ പങ്കെടുക്കും. മാർപ്പാപ്പയുടെ വിയോഗ വാർത്തയറിഞ്ഞ് സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് തടിച്ചുകൂടിയിട്ടുള്ളത്. പരിശുദ്ധ പിതാവിൻ്റെ ഭൗതിക ശരീരം 9 മണിയോടുകൂടി പാപ്പയുടെ വസതിയിൽ നിന്ന് ഭക്തി നിർഭരമായ പ്രദക്ഷിണമായി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്കുള്ളിലേക്ക് കൊണ്ടുവന്നു. വളരെ ഭക്തി നിർഭരമായ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ധാരാളം ജനങ്ങൾ പങ്കുകൊണ്ടു. ഇനി 11 മണിയോടുകൂടി പൊതുദർശനത്തിനായിട്ട് ആളുകളെ പ്രവേശിപ്പിച്ചു തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനായി എല്ലാവരും പ്രാർത്ഥനയോടെ കാത്തുനിൽക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സ്നേഹാദരങ്ങൾ അർപ്പിച്ച് തൃശൂർ അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ വെള്ളിയാഴ്ച അനുസ്മരണ ദിനം ആചരിക്കും. വൈകിട്ട് 4 പുത്തൻപള്ളി ബസിലിക്ക ദേവാലയത്തിൽ ബിഷപ്പ്മാരുടെ കാർമ്മികത്വത്തിൽ അനുസ്മരണ ദിവ്യബലി അർപ്പിക്കും. തുടർന്ന് ബസിലിക്കയിൽ നിന്ന് സെന്റ് തോമസ് കോളേജിലേക്ക് അനുസ്മരണ റാലി നടക്കും. സെന്റ് തോമസ് കോളേജ് അങ്കണത്തിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ വിവിധ മതമേലധ്യക്ഷന്മാർ, ജനപ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കും. പാപ്പയുടെ ഭൗതികദേഹം സംസ്കരിക്കുന്ന ശനിയാഴ്ച എല്ലാ ഇടവക ദേവാലയങ്ങളിലും പ്രത്യേക അനുസ്മരണ ചടങ്ങുകൾ സംഘടിപ്പിക്കും. ദിവംഗതനായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് തൃശൂർ ചേംബർ ഓഫ് കോമേഴ്സിന്റെ നേതൃത്വത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു. പാലസ് റോഡിലുള്ള ചേംബർ ഓഫീസിന് മുൻപിൽ ഒരുക്കിയ സ്മൃതി മണ്ഡപത്തിലെ മാർപ്പാപ്പയുടെ ഛായാചിത്രത്തിന് മുൻപിൽ ചേംബർ ഓഫ് കോമേഴ്സ് അംഗങ്ങൾ പുഷ്പാർച്ചന നടത്തി. ചേംബർ ഓഫ് കോമേഴ്സ് ഡയറക്ടർ TS പട്ടാഭിരാമൻ, ചേംബർ ഓഫ് കോമേഴ്സ് സെക്രട്ടറി സോളി തോമസ് കവലക്കാട്ട്, പ്രസിഡന്റ് സജീവ് മഞ്ഞില, ട്രഷറർ ഷൈൻ തറയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചേംബറിന്റെ മുൻ പ്രസിഡന്റുമാരായ TR വിജയകുമാർ, NI വർഗീസ്, CA സലീം, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വനിതാ വിംഗ്, യൂത്ത് വിംഗ്, ഫ്രണ്ട്സ് ഓഫ് ചേംബർ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ ക്ഷേത്രനടയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. കുടിവെള്ളത്തിൽ മലിനജലം കലരുന്നത് ആരോഗ്യ ഭീഷണി ഉയർത്തുന്നു. കിഴക്കേ നടപ്പുരയിലാണ് 1 മാസത്തോളമായി പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത്. നടപ്പുരയിൽ നിന്ന് വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ലോഡ്ജുകളിലേക്കുമുള്ള വഴിയിലാണ് ഈ വെള്ളം കെട്ടിനിൽക്കുന്നത്. സമീപത്തെ കാനകളിൽ നിന്നുള്ള മലിനജലവുമായി കലർന്ന് ദുർഗന്ധം വമിക്കുന്നുണ്ട്. ഇത് കൊതുക് മുട്ടയിട്ട് പെരുകാനും ഇടയാക്കുന്നു. പകൽ സമയത്ത് പോലും ഈ ഭാഗത്ത് കൊതുക് ശല്യം രൂക്ഷമാണെന്ന് വ്യാപാരികൾ പറയുന്നു. ഇതുമൂലം സാംക്രമിക രോഗങ്ങൾ പടരുമോ എന്ന ആശങ്കയുമുണ്ട്. ദിനം പ്രതി 100 കണക്കിന് ഭക്തരാണ് ചെരുപ്പ് പോലുമില്ലാതെ ഇതിലൂടെ നടക്കുന്നത്. മലിനജലം കെട്ടിക്കിടക്കുന്നതിനാൽ ഭക്തർക്ക് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് കയറാൻ കഴിയാത്ത സ്ഥിതിയാണ്. കുടിവെള്ള വിതരണം നിലയ്ക്കുന്ന സമയത്ത് പൈപ്പ് പൊട്ടിയ വിടവിലൂടെ മലിനജലം കയറുന്നുമുണ്ട്. ഇതുമൂലം സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെ കുടിവെള്ള പൈപ്പിലൂടെ മലിനജലമാണ് ലഭിക്കുന്നതെന്നും വ്യാപാരികൾ പരാതിപ്പെട്ടു. ഇതിനെതിരെ നിരവധി തവണ പരാതി നൽകിയിട്ടും ദേവസ്വമോ വാട്ടർ അതോറിറ്റിയോ നടപടിയെടുക്കുന്നില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. ഗുരുവായൂർ ക്ഷേത്രനടയ്ക്ക് സമീപം 100 കണക്കിന് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്ന പാസേജില് വാട്ടർ അതോറിറ്റി പൈപ്പ് പൊട്ടിയിട്ട് കഷ്ടി 1 മാസക്കാലേറെയായി അവിടെ വേസ്റ്റ് വാട്ടറും വെള്ളവും കെട്ടിക്കിടന്നിട്ട് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയുണ്ടായിട്ട് ഈ അധികാരികളെ വിവരം അറിയിച്ചെങ്കിലും ഇതിനൊരു ശാശ്വത പരിഹാരം ഇതുവരെ ലഭിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് അത്തരം ഒരു നടപടി ഉണ്ടാവണമെന്ന് ഞങ്ങൾ ഇവിടുത്തെ സമീപമുള്ള വ്യാപാരികളും ഭക്തர்களுം ആവശ്യപ്പെടും. ദുർഗന്ധം രൂക്ഷമാകുമ്പോൾ ദേവസ്വം ആരോഗ്യ വിഭാഗം ജീവനക്കാർ ബ്ലീച്ചിംഗ് പൗഡർ വിതറുക മാത്രമാണ് ചെയ്യുന്നത്. ഭക്തരെയും വ്യാപാരികളെയും ദ്രോഹിക്കുന്ന നിലപാടാണ് ദേവസ്വവും വാട്ടർ അതോറിറ്റിയും സ്വീകരിക്കുന്നതെന്ന് ഭക്തസംഘടനകൾ ആരോപിക്കുന്നു. പൊട്ടിയ പൈപ്പ് ശരിയാക്കുകയും മാലിന്യ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ഗുരുവായൂർ. ചാലക്കുടി നായരങ്ങാടിയിൽ വീടിന്റെ ടെറസിൽ നിന്ന് മാങ്ങ പറിക്കുന്നതിനിടെ വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരിച്ചു. പടിഞ്ഞാറെ നായരങ്ങാടി ഞർലേലി പരയത്തിനായ ലോനപ്പന്റെ മകൻ 60 വയസ്സുള്ള ഡേവിസാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെയാണ് അപകടമുണ്ടായത്. ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും പിന്നീട് മരണം സംഭവിക്കുകയായിരുന്നു. പെരിങ്ങോട്ടുകര താന്യത്ത് കോഴിക്കടയുടെ മറവിൽ ഹാൻഡ്സ് വിൽപ്പന നടത്തി വന്നിരുന്ന അമ്മയെയും മകനെയും അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. താന്യം സ്വദേശി തെരുവത്ത് പറമ്പിൽ സക്കീന, മകൻ ഷമീർ എന്നിവരെയാണ് പോലീസ് വീട് വളഞ്ഞ് പിടികൂടിയത്. ഇവരുടെ വീട്ടിൽ നിന്ന് 2 ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന 1665 പാക്കറ്റ് ഹാൻഡ്സ് പോലീസ് പിടിച്ചെടുത്തു. പെരിങ്ങോട്ടുകര 3 കൂടിയ സെന്ററിലാണ് കോഴിക്കട നടത്തിവരുന്നത്. വീട്ടിൽ ചാക്കുകളിലായി സൂക്ഷിച്ച് ആവശ്യത്തിന് കടയിൽ കൊണ്ടുവന്നായിരുന്നു വിൽപ്പന. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന.
തൃശൂർ ജനറൽ ആശുപത്രിയിൽ ലോക ഹീമോഫീലിയ ദിനാചരണത്തിന്റെ ഭാഗമായി സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മേയർ എം കെ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ഷാജൻ അധ്യക്ഷത വഹിച്ചു. DPM ഡോക്ടർ സജീവ് കുമാർ മുഖ്യാതിഥിയായിരുന്നു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ താജ് പോൾ പനക്കൽ, ഡോക്ടർ പ്രശാന്ത്, ഡോക്ടർ മനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഭീകരമായ കാര്യമാണ്. അസുഖമേതും വരാം, പക്ഷെ അതിനെ മറികടക്കാനുള്ള എറിയാട് യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. എറിയാട് മഞ്ഞളിപ്പള്ളി ചിറ്റേടപ്പാടത്ത് ജോഷിക്കാണ് പരിക്കേറ്റത്. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് എറിയാട് സ്വദേശി ഇക്ബാലിനെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മഞ്ഞളിപ്പാലത്തിന് സമീപത്തായിരുന്നു സംഭവം. സുഹൃത്തിനോടൊപ്പം ചീട്ടുകളിക്കുകയായിരുന്ന ജോഷിയെ ഇക്ബാൽ കത്തികൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. പൂർവ്വ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. ആശാവർക്കർമാരുടെ അതിജീവന സമരത്തിന് ഐക്യദാർഢ്യവുമായി തൃശൂർ ജനകീയ കൂട്ടായ്മ തൃശൂർ നഗരത്തിൽ റാലി നടത്തി. സാഹിത്യ അക്കാദമി പരിസരത്ത് നിന്നും കോർപ്പറേഷൻ ഓഫീസിന്റെ മുൻപിലേക്ക് സംഘടിപ്പിച്ച റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം കെ രമ MLA ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക പ്രവർത്തക കുസുമം ജോസഫ് അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരി സാറ ജോസഫ്, ഗാന്ധിയൻ ചിന്തകൻ ഡോക്ടർ കെ അരവിന്ദാക്ഷൻ, VT ബൽറാം, MP സുരേന്ദ്രൻ, പ്രമോദ് പുഴങ്കര, സോയ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ടീച്ചർ ഉദ്ഘാടനം ചെയ്യണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. എണ്ണിയാൽ തീരില്ല. ദേശീയപാത നെല്ലായിൽ സർവീസ് റോഡിനായി പണി തുടങ്ങിയ തൂപ്പൻകാവ് പാലം ഇപ്പോഴും കടലാസിൽ. ദേശീയപാതയിലെ നെല്ലായി തൂപ്പൻകാവ് പാലത്തിനോട് ചേർന്ന് സർവീസ് റോഡിനായി നിർമ്മാണം തുടങ്ങിയ പാലം എങ്ങുമെത്താതെ കിടക്കുന്നു. നിരന്തരം അപകടങ്ങൾ സംഭവിക്കുന്ന ഈ മേഖലയിൽ പാലവും സർവീസ് റോഡും വന്നാൽ യാത്ര സുരക്ഷിതമാകുമെന്നിരിക്കെ തൂപ്പൻകാവ് പാലത്തിന് ഇരുവശവും ചെറിയ പാലങ്ങൾ സ്ഥാപിച്ച് സർവീസ് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ നടപടി ഉണ്ടാകുന്നില്ല. ദേശീയപാത 4 വരിയാക്കി വികസിപ്പിച്ച സമയത്താണ് നെല്ലായിക്കും കൊളത്തൂരിനും മധ്യേ തൂപ്പൻകാവ് പാലത്തിനോട് ചേർന്ന് സർവീസ് റോഡിനായി ചെറിയ പാലം നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. നിലവിലുള്ള പാലത്തിന്റെ ഒരു വശത്ത് മാത്രമാണ് ഇത്തരത്തിൽ സർവീസ് റോഡിനായി പാലം പണി തുടങ്ങിവെച്ചത്. ഇതിന് സമീപം പഴയ റോഡിലുണ്ടായിരുന്ന പാലം പൊളിച്ചു നീക്കുകയും ചെയ്തു. തോടിന് നടുവിലും രണ്ടറ്റങ്ങളിലുമായി കോൺക്രീറ്റ് കാലുകൾ നിർമ്മിച്ചതല്ലാതെ തുടർപണികൾ നടന്നില്ല. ഇതോടെ പാലം കടലാസിൽ മാത്രമായി ഒതുങ്ങി. ദേശീയപാത അധികൃതർ വർഷങ്ങളായി ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. നെല്ലായി പാലത്തിൽ അതിവേഗ പാതകൾക്ക് ഇരുവശത്തും സർവീസ് റോഡുകൾ ഇല്ലാത്തത് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. നെല്ലായിയിൽ നിന്ന് സർവീസ് റോഡ് വഴി വരുന്ന കാൽനടക്കാരും ഇരുചക്ര വാഹന യാത്രക്കാരും തൂപ്പൻകാവ് പാലത്തിലെത്തുമ്പോൾ അതിവേഗ പാതയിലേക്ക് പ്രവേശിക്കേണ്ടി വരുന്നു. ഇങ്ങനെ പ്രധാന പാതയുടെ ഓരത്തുകൂടി നടക്കുന്നവരും സൈക്കിളിൽ പോകുന്നവരുമാണ് പലപ്പോഴും അപകടത്തിൽപ്പെടുന്നത്. യാത്രക്കാരുടെ സുരക്ഷിതത്വം കണക്കിലെടുത്ത് എത്രയും വേഗം പാലം നിർമ്മാണം പൂർത്തിയാക്കാനും സർവീസ് റോഡ് സജ്ജമാക്കാനും നടപടിയുണ്ടാകണമെന്നാണ് ആവശ്യമുയരുന്നത്. TCV ന്യൂസ്, കൊടകര. കേരള നോൺ ടീച്ചിംഗ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ ജില്ലാ സമ്മേളനം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയിലെ വർഗീയവൽക്കരണവും വാണിജ്യവൽക്കരണവും കേന്ദ്രീകരണവും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കണമെന്ന് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. KNTEO ജില്ലാ പ്രസിഡന്റ് ലൈജു വർഗീസ് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി PA സണ്ണി, സംസ്ഥാന പ്രസിഡന്റ് K ഗിരിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. വിരമിക്കുന്ന ജീവനക്കാർക്കുള്ള യാത്രയയപ്പ് സമ്മേളനം FSCTO ജില്ലാ സെക്രട്ടറി E നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി P വരദൻ, ശ്രീകൃഷ്ണ കോളേജ് പ്രിൻസിപ്പൽ PS ബിജോയ് തുടങ്ങിയവർ സംസാരിച്ചു. സോജൻ P ജോണിനെ സെക്രട്ടറിയായും ലൈജു വർഗീസിനെ പ്രസിഡന്റായും ലിജു N ശർമ്മയെ ട്രഷററായും തിരഞ്ഞെടുത്തു. വീട്ടിൽ മാരകായുധങ്ങൾ സൂക്ഷിച്ച യുവാവിനെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. നെന്മിനി കരുവാൻപടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന കൂലത്തുംപറമ്പ് വീട്ടിൽ ഷെഫീഖിനെയാണ് ഗുരുവായൂർ SHO C പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. 5 കത്തികൾ, കൈമഴു, ഇടിക്കട്ട എന്നിവ പോലീസ് ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇയാളുടെ വീട്ടിൽ പരിശോധന നടത്തുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അഞ്ചരിച്ചിറയിൽ കോഴിക്കടയുടമയെ ആക്രമിച്ച 4 പ്രതികളെ ഉല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മരോട്ടിച്ചാൽ സ്വദേശി അഴകത്ത് വീട്ടിൽ ജിബിൻ, വെള്ളാനിക്കര സ്വദേശി ചീരക്കുണ്ട് വീട്ടിൽ അനുഗ്രഹ്, പുത്തൂർ സ്വദേശി തെക്കുംപുറം വീട്ടിൽ സീക്കോ, അഞ്ചേരി സ്വദേശി കോയമ്പത്തൂക്കാരൻ വീട്ടിൽ ബിജീഷ് എന്നിവരെയാണ് ഉല്ലൂർ SHO വിമോദന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കഴിഞ്ഞ ദിവസമാണ് അഞ്ചേരിച്ചിറ മീനൂട്ടി ചിക്കൻ സെന്റർ ഉടമ സന്തോഷിനെ 4-അംഗ സംഘം ആക്രമിച്ചത്. വാണിജ്യം.
രുചിക്കൂട്ടിന്റെ ഐസ്ക്രീമുകൾ, നിറക്കൂട്ടിന്റെ വസ്ത്രങ്ങൾ, പോൾസ് ക്രീമറിയുടെയും ഹെറിറ്റേജ് ലൂംസിന്റെയും പുതിയ ഔട്ട്ലെറ്റുകൾ തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ കുട്ടനല്ലൂർ റോഡിൽ ചേലക്കോട്ടുകര മാർ അപ്രയം പള്ളിക്ക് സമീപം MKS ആർക്കേഡിലാണ് ഔട്ട്ലെറ്റുകൾ പ്രവർത്തനം തുടങ്ങിയത്. പോൾസ് ക്രീമറിയുടെ 4ാമത് ഔട്ട്ലെറ്റാണിത്. ഹെറിറ്റേജ് ലൂംസിന്റെ 2ാമത് ഔട്ട്ലെറ്റും. വ്യത്യസ്ത രുചി വൈവിധ്യങ്ങളുമായി വിവിധ ഫ്ലേവറുകളിലുള്ള ഐസ്ക്രീമുകൾ മലയാളികളെ പരിചയപ്പെടുത്തിയ സ്ഥാപനമാണ് കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പോൾസ് ക്രീമറി. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള പ്രീമിയം വസ്ത്ര വിപണിയിൽ അവസാന വാക്കായി മാറിയ സ്ഥാപനമാണ് ഹെറിറ്റേജ് ലൂംസ്. ഇരു സ്ഥാപനങ്ങളുടെയും ഉദ്ഘാടനം സിനി ആർട്ടിസ്റ്റ് പ്രയാഗ മാർട്ടിൻ നിർവഹിച്ചു. ഫാദർ ജിനോ പുന്നമറ്റം ആശീർവാദ കർമ്മം നടത്തി. മേയർ MK വർഗീസ്, ഫാദർ ജിയോ ചെരടായി, പോൾസ് ക്രീമറിയുടെ സാരഥി ജോൺ പോൾ, ഹെറിറ്റേജ് ലൂംസ് പ്രൊപ്രൈറ്ററും ജോൺ പോളിന്റെ സഹധർമ്മിണിയുമായ സ്റ്റെഫി ജോൺ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, സഹകാരികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഹെറിറ്റേജ് ലൂംസിലെ ആദ്യ വിൽപ്പന സ്റ്റെഫി ജോണും പോൾസ് ക്രീമറി ഔട്ട്ലെറ്റിലെ ആദ്യ വിൽപ്പന പ്രയാഗ മാർട്ടിനും നിർവഹിച്ചു. ഇറ്റാലിയൻ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പുതിയ തരം ജലാറ്റോ ഐസ്ക്രീമുകളും പോൾസ് ക്രീമറി ആദ്യമായി തൃശൂരിൽ പരിചയപ്പെടുത്തി. വിവിധതരം ഐസ്ക്രീമുകൾ, പേസ്ട്രീസ്, സാൻഡേസ്, ഷേക്സ്, വാഫിൾസ്, ബിവറേജസ് തുടങ്ങി 50ൽ പരം ഐസ്ക്രീം വെറൈറ്റികളും പോൾസ് ക്രീമറിയിൽ ലഭ്യമാണ്. ഹെറിറ്റേജ് ലൂംസിൽ സൽവാർ സ്യൂട്ട്, ബനാറസ് സാരീസ്, ലിനൻസ്, ഹാൻഡ് ക്രാഫ്റ്റ് ബാഗ്സ് തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത്. തൃശൂരിലേക്കുള്ള തങ്ങളുടെ ആദ്യ ചുവടുവയ്പിന്റെ ഭാഗമായി കുട്ടികൾക്കായി സംഘടിപ്പിച്ച പെയിന്റിംഗ് മത്സരത്തിലെ വിജയിയായ ജോൺ ഈപ്പന് പുതിയ iPad സമ്മാനിച്ചു. കൂടാതെ 1 വർഷം മുഴുവനും സൗജന്യമായി ഐസ്ക്രീം ലഭിക്കും. മത്സരത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത മറ്റ് 30 പേർക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,015 രൂപ, പവന് 72,120 രൂപ. വെള്ളി ഗ്രാമിന് 109 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,293 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. തൃശൂർ ജില്ലയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിലും കാറ്റിലും 1,66,77,000 രൂപയുടെ നാശനഷ്ടം സംഭവിച്ചു. നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങൾ ജില്ലാ കളക്ടർ സന്ദർശിച്ചു. തൃശൂർ മൃഗശാലയിൽ കൂറ്റൻ മരങ്ങൾ വീണ് വ്യാപക നാശം. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ ബസ്സുകളിൽ മോട്ടോർ വാഹന വകുപ്പ് മിന്നൽ പരിശോധന നടത്തി. 22 ബസ്സുകൾ നിരോധിത എയർഫോൺ ഘടിപ്പിച്ചതായി കണ്ടെത്തി. കോട്ടയം ഇരട്ട കൊലപാതക കേസിലെ പ്രതിയെ മാള ആലത്തൂരിലെ വാടക കെട്ടിടത്തിൽ നിന്ന് പിടികൂടി. അസം സ്വദേശി അമിത് ഒറാങ്ങാണ് പിടിയിലായത്. മൊബൈൽ ഫോണുകളും ഹാർഡ് ഡിസ്കും കണ്ടെടുത്തു. ഗുരുവായൂർ ക്ഷേത്ര നടപ്പുരയിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ കയ്യേറ്റം ഒഴിപ്പിച്ചു തുടങ്ങി. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി. തൃശൂർ കോർപ്പറേഷന്റെ ആധുനിക ടർഫ് ഗ്രൗണ്ട് സജ്ജമായി. കർണാടക നേതാജി ഗ്രൗണ്ടിലാണ് അത്യാധുനിക ഫുട്ബോൾ മൈതാനം ഒരുക്കിയിട്ടുള്ളത്. ചാവക്കാട് അഞ്ചങ്ങാടി ഉപ്പാപ്പപ്പള്ളിയിൽ നിന്ന് പണം മോഷ്ടിച്ച പ്രതിയെ ചാവക്കാട് പോലീസ് പിടികൂടി. വയനാട് നെന്മിനി സ്വദേശി ഷംഷാദാണ് പിടിയിലായത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.